വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു നൈറ്റ് ഔട്ട് ഡേ ആണ് കേട്ടോ. അപ്പം നമ്മൾ ദുരന്തർ മൂവി കാണാൻ പോവുകയാണ്. അപ്പം ഇവിടെ ഹിന്ദിയിലായിരിക്കും മിക്കവാറും മൂവീസ് എല്ലാം, കാരണം നമ്മൾ നോർത്തേൺ സൈഡിലാണല്ലോ. അപ്പോൾ ഇവർക്ക് ഇന്ന് ഓഫാണ്, ഈദ് മുബാറക്കിൻ്റെ. നമ്മുടെ നാട്ടിലൊക്കെ ഇന്നലെ ആയിരുന്നു അവധി, അപ്പോൾ ഇവർക്കൊക്കെ ഇന്നാണ് കേട്ടോ ലീവ്. അപ്പോൾ നമ്മൾ മൂവിക്ക് പോകാനായിട്ട് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അവിടുത്തെ ക്വാർട്ടേഴ്സിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ മൂവി കാണാൻ പോകുന്നത്. 8 മണിക്കായിരുന്നു കേട്ടോ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റോളം ദൂരമുണ്ട് അവരുടെ ക്വാർട്ടേഴ്സിലേക്ക്. ക്വാർട്ടേഴ്സിന് അടുത്ത് തന്നെയാണ് ഈ തിയേറ്റർ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ തിയേറ്ററിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. സിവിലിയൻസ് ആണ് നടത്തുന്നത്. അപ്പം നമ്മൾ നേരെ അവരുടെ ക്വാർട്ടേഴ്സിലെത്തി. ചെന്ന് കയറിയപ്പോൾ തന്നെ കുറേ പട്ടിക്കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ രമണി, ഇത് ഞങ്ങളുടെ 2 കുഞ്ഞു പട്ടിക്കുഞ്ഞുങ്ങള്, ഇത് ലിയോ ബേബി, ഇത് സ്നോ. ഓക്കെ, ഇത് ഇതിന്റെ അമ്മ. ഇതിന്റെ ഇതുവരെ പേര് ഞങ്ങൾ ഇട്ടിട്ടില്ല. അങ്ങനെ അവൾ നമുക്ക് അവരുടെ പട്ടിക്കുട്ടികളെയൊക്കെ പരിചയപ്പെടുത്തി തന്നു. ഇനി നമുക്ക് അവളുടെ പൂന്തോട്ടത്തിലേക്ക് പോവാം. അങ്ങനെ അവൾ മനോഹരമായിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവളുടെ ക്വാർട്ടേഴ്സിൻ്റെ അകം കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറുന്നത് ഹോളിലേക്കാണ്. അപ്പോൾ അവിടെ നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ നല്ലപോലെ പെയിൻ്റൊക്കെ അടിക്കും. അപ്പോൾ ചേട്ടനാണ് അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബുദ്ധനും ഒക്കെ വരച്ചിരിക്കുന്ന ചേട്ടനാണ് കേട്ടോ. അപ്പോൾ അവൾ ഓരോന്ന് കാണിച്ചു തരുവാണ്. അങ്ങനെ കാര്യം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴത്തേക്ക് മൂവി തുടങ്ങേണ്ട ടൈമായി. നമ്മൾ വേഗം ക്വാർട്ടേഴ്സിൽ നിന്ന് തിയേറ്ററിലേക്ക് പോവാണ്. അവരുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഏകദേശം 5 മിനിറ്റ് ദൂരമുള്ള തിയേറ്ററിലേക്ക്. ചേട്ടന്മാർ 2 പേരും ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. ഞങ്ങൾ 2 പേരും കുറിക്കുന്ന സെക്ഷനിലേക്കാണ് ആദ്യം പോയത് കേട്ടോ. എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഉണ്ടെന്ന് നോക്കാനായിട്ടാണ് ആദ്യം പോയത്. അങ്ങനെ നമ്മൾക്ക് 4 പേർക്കുള്ള ടിക്കറ്റെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ക്യൂ നിന്ന് അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അങ്ങനെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറി കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ സീറ്റ് ബാക്കിലായതുകൊണ്ട് നമ്മൾ 4 പേരും അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും മൂവി സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. ദേശീയഗാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം മൂവി തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് സീറ്റെല്ലാം കവറായിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 മണിക്കൂറാണ് കേട്ടോ ഈ മൂവിയുടെ ടൈം എന്ന് പറയുന്നത്. അതായത് 8 മണിക്ക് തുടങ്ങി 12 മണിയൊക്കെ ആവും ഈ മൂവി തീരാനായിട്ട്. ഹിന്ദി ആയതുകൊണ്ട് കുറച്ച് നമുക്ക് പിടി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം തന്നെ നമ്മുടെ ചേട്ടന്മാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻ്റർവെൽ ആയിട്ടോ. അങ്ങനെ ഞങ്ങളും പിന്നെ വെളിയിൽ പോയി ചായയൊക്കെ കുടിച്ച് പിന്നെ അകത്തേക്ക് കയറി. അങ്ങനെ 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മൂവി തീർന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അവരെ കൊണ്ടാക്കിയതിന് ശേഷം നേരെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.